This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ട്രൈസ്റ്റേറ്റിലെ ആദ്യകാല സംഘടനകളിലൊന്നും ക്രൈസ്തവ കൂട്ടായ്മയായ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്ക 2025 ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. റോക്ക്ലൻഡിലെ സിതാർ പാലസിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. റോക്ക്ലാൻഡിലെ സിതാർ പാലസിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് റോയി ആന്റണി, സെക്രട്ടറി തോമസ് പ്രകാശ്, ട്രഷറർ മാത്യുക്കുട്ടി ജോസഫ്, വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു ഇഞ്ചക്കൽ, ജോയിന്റ് സെക്രട്ടറി വത്സ ജോസഫ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളായി ജെയിംസ് ഇളംപുരയിടത്തിൽ, ലെസ്സി അലക്സ്, ജോർജ് തോമസ്, ജിം ജോർജ്, ഓഡിറ്റേഴ്സായി ജോഫ്രിൻ ജോസ്, തോമസ് സാമുവൽ, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ KJ ഗ്രിഗറി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. റോയ് ആന്റണി വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. നിലവിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തന മികവിന് അംഗീകാരമായി ഐക്യകണ്ഠേന പൊതുയോഗം റോയ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ വീണ്ടും തിരഞ്ഞെടുത്തു. റോയ് ആന്റണി നിലവിലെ പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം SMCC റോക്ക്ലാൻഡ് ചാപ്റ്റർ മുൻ സെക്രട്ടറിയും ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ മുൻ കമ്മിറ്റി അംഗവുമായിരുന്നു. കോളേജ് അധ്യാപകനായും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ജേർണലിസ്റ്റായും ജോലി ചെയ്തിട്ടുള്ള റോയ് ആന്റണി സ്വതന്ത്ര പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചു വരുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് പ്രകാശ് നിലവിലെ സെക്രട്ടറിയും മികവുറ്റ സംഘാടകനും എൽമോണ്ട് സീറോ മലങ്കര സെന്റ് വിൻസെന്റ് ഡീപോൾ ചർച്ച് പാരിഷ് കൗൺസിൽ അംഗവുമാണ്. അസോസിയേഷന്റെ ആദ്യകാല പ്രവർത്തകനും നിലവിലെ ട്രഷററും മുൻ കമ്മിറ്റി മെമ്പറും മുൻ ഓഡിറ്ററുമാണ് ട്രഷറർ മാത്യു ജോസഫ്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ മുൻ കമ്മിറ്റി അംഗം, ഓഡിറ്റർ പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം ബ്രോങ്ക് സീറോ മലബാർ പള്ളിയുടെ ആദ്യകാല കൈക്കാരനായിരുന്നു. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മാത്യു ഇഞ്ചക്കൽ വിവിധ സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു. കുറവിലങ്ങാട് അസോസിയേഷന്റെ ആരംഭം മുതൽ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ നിലവിലെ വൈസ് പ്രസിഡന്റും മുൻ കമ്മിറ്റി മെമ്പറുമാണ്. ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വത്സ ജോസഫ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. സംഘടനയുടെ ആദ്യകാല പ്രവർത്തകയും നിലവിലെ ജോയിന്റ് സെക്രട്ടറി മുൻ സോണൽ ഡയറക്ടറുമാണ്. ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറായ KJ ഗ്രിഗറി അസോസിയേഷന്റെ സ്ഥാപക നേതാവും മുൻ പ്രസിഡന്റും ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനുമായിരുന്നു. വിവിധ സാമൂഹിക സംഘടനകളിൽ നിറസാന്നിധ്യമായ അദ്ദേഹം ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ സർവ്വധാരണീയനായ നേതാവാണ്. എക്സ് ഒഫീഷ്യോ മെമ്പറായി തുടരുന്ന ജോയി മലയിൽ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റാണ്. മുൻ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഇന്ത്യ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് വെസ്റ്റ്ചെസ്റ്ററിന്റെ പ്രസിഡന്റും കുറവിലങ്ങാട് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റുമാണ്. ഫോമർ നാഷണൽ കമ്മിറ്റി മെമ്പർ, SMCC ബ്രോങ്സ് ചാപ്റ്റർ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ലൈസി അലക്സ് അമേരിക്കയിലെ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയാണ്. സ്റ്റാറ്റൻ ഐലൻഡ് മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ്, ഫൊക്കാന വുമൻസ് ഫോറം മുൻ ചെയർപേഴ്സൺ, ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റ്, SMCC നാഷണൽ ബോർഡ് ഓഫ് ട്രസ്റ്റി മുൻ വൈസ് ചെയർപേഴ്സൺ, നഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ജെയിംസ് ഇളംപുരയിടം കാത്തലിക് അസോസിയേഷന്റെ നിലവിലെ കമ്മിറ്റി മെമ്പറും മുൻ ഓഡിറ്ററും മുൻ സോണൽ ഡയറക്ടറുമാണ്. ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ്, ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ച് റോക്ക്ലാൻഡ് മുൻ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കാത്തലിക് അസോസിയേഷന്റെ സജീവ അംഗമായ ജോർജ് തോമസ് മുൻ ഓഡിറ്ററും നിലവിലെ കമ്മിറ്റി മെമ്പറുമാണ്. വിവിധ സാമൂഹിക മണ്ഡലങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മുൻ സോണൽ ഡയറക്ടറുമാണ്. കമ്മിറ്റി അംഗമായ ജിം ജോർജ് മികച്ച അവതാരകനുമാണ്. അസോസിയേഷന്റെ മുൻ സോണൽ ഡയറക്ടർ, ഓഡിറ്റർ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വൈസ് മെൻസ് റീജിയണൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. ഓഡിറ്ററായ ജോഫ്രിൻ ജോസ് ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ തുടങ്ങിയ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഫോമയുടെ നേതാവും അറിയപ്പെടുന്ന സംരംഭകനുമാണ്. യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ സെക്രട്ടറി, മുൻ പ്രസിഡന്റ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഓഡിറ്ററായ തോമസ് സാമുവൽ കാത്തലിക് അസോസിയേഷന്റെ മുൻ സോണൽ ഡയറക്ടറും കേരള പോലീസ് സേനയിൽ DYSPയുമായിരുന്നു.
4 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ, സീറോ മലബാർ, സീറോ മലങ്കര റീത്തുകളുടെ സംയുക്ത കൂട്ടായ്മയാണ്. കേരള സഭകൾ അമേരിക്കയിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇവിടേക്ക് കുടിയേറിയ ക്രൈസ്തവരുടെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റപ്പെട്ടത് ഇന്ത്യ കാത്തലിക് അസോസിയേഷനിൽ കൂടിയായിരുന്നു. കേരളീയ ക്രൈസ്തവ തനിമ നിലനിർത്തുവാനും അശരണരെ സഹായിക്കുവാനും അസോസിയേഷൻ തുടക്കകാലം മുതൽ തന്നെ ശ്രദ്ധിച്ചു പോന്നിരുന്നു. വാർഷിക ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു. അഗതികളെയും അശരണരെയും സഹിക്കുവാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രസിഡന്റ് റോയ് ആന്റണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസ് മുക്തകണ്ഠം പ്രശംസിച്ചു. ചിറമേൽ അച്ഛന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ അമേരിക്കൻ അംബാസിഡറായി സഹായം തുടരുവാനും പുനലൂരിലെ സ്നേഹതീരത്തിനും കോട്ടയത്തെ PU തോമസ് ചേട്ടന്റെ നവജീവൻ ട്രസ്റ്റിനും പൊൻകുന്നം ചെങ്കല്ലിലെ ആകാശപ്പറവകൾ അഗതി മന്ദിരത്തിനും സഹായം എത്തിക്കുവാനും സഹായിച്ചതിന് പ്രസിഡന്റ് റോയ് ആന്റണി ഏവർക്കും നന്ദി അറിയിച്ചു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജനറൽ ബോഡിയിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർമാരായ ലിജോ ജോൺ, ആൻഡോ വർക്കി, ഷാജിമോൻ വെട്ടം, മേരി ഫിലിപ്പ്, ഇട്ടൂപ്പ് ദേവസി, ജോസ് മലയിൽ, മുൻ പ്രസിഡന്റ് KJ ഗ്രിഗറി, മുൻ ചെയർ അലക്സ് തോമസ് തുടങ്ങിയവർ പുതിയ കമ്മിറ്റിയെ അനുമോദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ചിറമേൽ അച്ഛന്റെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ 2020 മുതൽ തുടർന്നു വരുന്ന ഹങ്കർ ഹണ്ട് എന്ന ജീവകാരുണ്യ പ്രവർത്തനം ഈ വർഷവും തുടരുമെന്ന് ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ മുഖമുദ്രയായ ജീവകാരുണ്യ പ്രവർത്തനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ ഏവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും പ്രസിഡന്റ് റോയ് ആന്റണി പറഞ്ഞു. ഫെബ്രുവരി 22 റോക്ക്ലൻഡിലെ ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തന ഉദ്ഘാടനത്തിൽ ഏവരുടെയും മഹനീയ സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രസിഡന്റ് റോയ് ആന്റണിയും ചെയർമാൻ പോൾ ജോസും അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. newsitpravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.